ഇന്ന് നമുക്കൊരു ഓണം സെലിബ്രേഷൻ ആയാലോ. അപ്പം ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷനിലും ഓണം സെലിബ്രേഷൻ ആയിരുന്നു. വടംവലി ഉണ്ടായിരുന്നു, കുട്ടികളുടെയും വലിയവരുടെയും ഉണ്ടായിരുന്നു. പിന്നെ ലെമൺ ആൻഡ് സ്പൂണ്, ഓട്ട മത്സരം, ചാക്ക് കളി എല്ലാം ഉണ്ടായിരുന്നു. കൊച്ചുങ്ങളുടെ ആയിരുന്നു ആദ്യം വടംവലി നടത്തിയായിരുന്നത്. ഗേൾസിൻ്റെയും ബോയ്സിൻ്റെയും വെവ്വേറെ ആയിരുന്നു. പിന്നെ തവളച്ചാട്ടം ഗേൾസും ബോയ്സും വേറെ, പിന്നെ ലെമൺ ആൻഡ് സ്പൂണും ഗേൾസും ബോയ്സും വേറെ, കൊച്ചുങ്ങളായിട്ടും വേറെയാണ്. പിന്നെ വലിയവരുണ്ടായിരുന്നു ലെമൺ ആൻഡ് സ്പൂണിൽ. ഞാൻ ലെമൺ ആൻഡ് സ്പൂണ് കിട്ടിയപ്പോൾ തേർഡ് കിട്ടണതാണ്, പക്ഷെ ഇവർ തേർഡ് എഴുതൂല, സോ തേർഡും കിട്ടിയില്ല. പിന്നെ ഇതാണ് കേട്ടോ ഞങ്ങൾ ഈ അറ്റത്ത് നിൽക്കുന്ന ഞാൻ, അപ്പുറത്ത് ഓറഞ്ച് കളർ നിൽക്കുന്ന എൻ്റെ ഫ്രണ്ട്, അതിൻ്റെ ഞങ്ങളുടെ രണ്ടിൻ്റെയും നടുക്ക് നിൽക്കുന്ന നിധി, അതിൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് ആരാധ്യ എന്ന് പറയുന്നൊരു ചേച്ചിയാണ്. അപ്പോൾ ഞങ്ങൾ കളിച്ചപ്പോൾ സനായയ്ക്കും ആരാധ്യയ്ക്കും ഫസ്റ്റ് കിട്ടി, അല്ല സനായയ്ക്ക് ഫസ്റ്റും ആരാധ്യയ്ക്ക് സെക്കൻഡും കിട്ടി. പിന്നെ ഞങ്ങൾ സദ്യയൊക്കെ ഉണ്ട്, നല്ല സദ്യയായിരുന്നു. 2 തരം പായസം ഉണ്ടായിരുന്നു, ഒന്ന് പാലടയും പിന്നെ പരിപ്പും ഉണ്ടായിരുന്നു. ആദ്യം തന്നെ പയറാണ് തന്നത്, പിന്നെ ഞങ്ങൾ റബ്ബർ കാട്ടിൽ കൂടെയാണ് വന്നത്, അപ്പോൾ അതും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫ്രണ്ട്സായിട്ടാണ് കേട്ടോ വന്നത്. സനായായിരുന്നു ഷൂട്ട് ചെയ്തിരുന്നത്. ഞങ്ങൾ അവിടെ കൂടെ വരാൻ വീഡിയോ എടുക്കുമ്പോൾ വലിയ പ്രശ്നമില്ല, പക്ഷെ വരാൻ നല്ല പേടിയായിരുന്നു. പട്ടിയൊക്കെ ഉണ്ടാവുമോ എന്നൊക്കെ ഉള്ള നല്ല പേടി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. എന്നാലും ഞങ്ങൾ ഒരുവിധമൊക്കെ വന്നു. ഇതൊക്കെ കാടും കയറി മലയും കയറിയൊക്കെ വന്ന് ഞങ്ങൾ വീട്ടിലെത്തി. 3 പേരുടെയും വീട് തുറന്നു. ഞങ്ങൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാനാണ് വന്നത്. സത്യത്തിൽ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ വന്നിട്ട് ഞങ്ങൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്തു. ഞങ്ങളുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു ഇന്ന്, അപ്പോൾ അതിന് വേണ്ടിയാണ് ഞങ്ങൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യണത്. അപ്പോൾ പ്രോഗ്രാം ഏറ്റവും ലാസ്റ്റ് ഉണ്ട്, അത് നിങ്ങൾക്ക് കാണാം. വാലൊക്കെ തുറന്നു, ഞങ്ങൾ അകത്തേക്കൊക്കെ കയറി. ഞാൻ ലാസ്റ്റാണ് കേട്ടോ വന്നത്. പിന്നെ ഞങ്ങൾ ബായ് കാണിക്കുന്നതാണ്. ഞങ്ങൾ അത് ഷോർട്സ് ആയിട്ട് ഇടാന്ന് വെച്ചാണ്. പിന്നെ എന്നെ പിടിച്ച് നിർത്തി. നിധി എന്ന് പറയുന്ന കുട്ടി സ്കേറ്റിങ്ങിന് പോകുമ്പോൾ അവളെ പിടിക്കാനായിട്ട് നിന്നതാണ് ഞാൻ, പക്ഷെ എന്നെ പിടിച്ച് ഇല പിടിക്കാനായിട്ട് നിർത്തി. എൻ്റെ പൊന്നോരിതായിരുന്നു. ഇതാണ് നിധി. അതിൻ്റെ ബാക്കിൽ കൂടെ ഞാൻ വരുന്നുണ്ട്. ഞാനവിടെ വെറുതെ നിന്നായിരുന്നതാണ്. എനിക്ക് പിടിച്ച ഇല തന്നു. ഒരുമാതിരിയായിരുന്നു. ഇല പിടിച്ച് ബാക്കിയെല്ലാം കൊച്ചു കുട്ടികൾ, ഞാൻ മാത്രമേ ഉള്ളൂ ഒരു വലിയ കുട്ടിയായിട്ട്, ഒരു 7-ലൊക്കെ പഠിക്കുന്നത്. ബാക്കിയെല്ലാം 2, 10-ലൊക്കെ. പിന്നെ മാവേലി വന്നു. അതിൻ്റെ ബാക്കിൽ ഞങ്ങളുടെ നടന്നൊക്കെ പോകുന്നുണ്ടായിരുന്നു. കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പുലിക്കളി, ചെണ്ടകൊട്ട്, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ മാവേലി ആയിരുന്നു ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നായിരുന്നു. പിന്നെന്തോ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതെന്താ ഡാൻസാണെന്ന് എനിക്ക് പേരറിഞ്ഞൂടാ, ഇല്ലേ ഞാൻ പറഞ്ഞേനെ. പിന്നെ അവരെ എല്ലാവരും കിടന്ന് പാട്ടൊക്കെ പാടി കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഡാൻസിൻ്റെ പേരറിയാവുന്നവരൊന്ന് കമൻറ്റിൽ പറയണേ. പിന്നെ വലിയ അങ്കിൾമാരുടെ വടംവലിയായിരുന്നു. ആദ്യം ഇവർ കളിച്ചതിലും ബാക്കി 2 കളിലും ഇവരാണ് ജയിച്ചത്. ആൻറ്റിമാരുണ്ടായിരുന്നു. ആൻറ്റിമാരുടേൽ ആദ്യം അവർ ഒറ്റൊരു വലി കളിച്ചതും അവർ ജയിച്ചു. ബാക്കി 2 ആൻറ്റിമാർ തോറ്റു. പക്ഷെ എന്നാലും അവർ വലിച്ചു. ഒരാൻറ്റി കൈ ഒടിഞ്ഞിട്ടായിരുന്നു. ഞങ്ങൾക്ക് പോകണമായിരുന്നു ഡ്രസ്സൊക്കെ മാറ്റാൻ, പക്ഷെ എൻ്റെ കയ്യിലായിരുന്നു ഫോണ്, പേപ്പർ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും. പിന്നെ എന്താ, ഞങ്ങളുടെ ഡാൻസിനായിട്ട് ഞങ്ങൾക്ക് റെഡി ആവണം. അപ്പോൾ ഡാൻസ് ഇരുന്ന് കണ്ടോ.
Thank you.